അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലാൻ ആൻഡ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ഇഷ്യൂസ്. ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് പല രീതിക്കുള്ള സോഫ്റ്റ്വെയർസിനെയും ഹാർഡ്വെയർസിനെയും കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ലാൻ യൂസ് ചെയ്യുന്നത് അല്ലേ. നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് പല സിസ്റ്റംസ് കാണും. ഈ ഒരു പല സിസ്റ്റംസിനെ കണക്ട് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക്. അപ്പം ഇതിനകത്ത് വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ആ ഒരു ഇഷ്യൂസിനെ സോൾവ് ചെയ്യാനും ഒക്കെ നമ്മൾ പ്രോപ്പർ മെഷേഴ്സ് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെറ്റ്വർക്കിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല, ഇഷ്യൂസിനെ നമ്മൾ ടാക്കിൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെർഫോമൻസിനെ അത് ബാധിക്കും, കോസ്റ്റ് കൂടുകയും ചെയ്യും. സോ നമ്മൾ യൂഷ്വലി ഒരു നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും ബോത്ത് ലോക്കൽ ആൻഡ് റിമോട്ട് കോൺഫിഗറേഷനാണ് നമ്മളിവിടെ എംഫസൈസ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന കുറച്ച് ജോബ്സ്, നെറ്റ്വർക്ക് മാനേജറിൻ്റെ കുറച്ച് ജോബ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റാളേഷൻ, കോൺഫിഗറേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സോ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിവൈസസിനെ ലാൻഡിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് ഇൻസ്റ്റാളേഷൻ അല്ലേ. നെറ്റ്വർക്ക് വൈസ് കണക്ട് ചെയ്യുന്നതാണ് ഇൻസ്റ്റാളേഷൻ. പിന്നെ അതിനെ പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതിനെ മാനേജ്, ഇപ്പോൾ നെറ്റ്വർക്ക്സിനെ മാനേജ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റിംഗ് വെച്ചിട്ട് ബേസിക്കലി പിങ് വെച്ചിട്ട് നമുക്കതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് കോമൺ ചാലഞ്ചസ് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് കോമൺ ചാലഞ്ചസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് വിത്ത് റെസ്പെക്ട് ടു നെറ്റ്വർക്കാണ് നിങ്ങളത് എക്സാമ്പിൾ വെച്ചിട്ട് എഴുതി കൊടുക്കേണ്ടത്. സോ ദ ഫസ്റ്റ് ചാലഞ്ച് ഇസ് പെർഫോമൻസ് ഡീഗ്രേഡേഷൻ. സോ പെർഫോമൻസ് ഡീഗ്രേഡേഷൻ എന്ന് പറയുമ്പോഴത്തേനും ബൈ ടൈം നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് കുറവാണ്, ട്രാൻസ്മിഷൻ്റെ കേപ്പബിലിറ്റി കുറവാണ് എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് പെർഫോമൻസ് ഡീഗ്രേഡേഷൻ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും. ഏത് ചെറിയ വലിയ പെർഫോമൻസ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും നമ്മളിത് റിപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ ഏരിയ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇഷ്യൂ പിന്നെയും വേഴ്സൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമത്തെ കോമൺ ചാലഞ്ച് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. അതായത് എഗെയിൻ നമ്മൾ നെറ്റ്വർക്ക് വലുതായി വരുമ്പോഴത്തേനും ഇപ്പോൾ ഒതൻറ്റിക്കേഷനും ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റിയും ഒക്കെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സൈബർ അറ്റാക്സോ കാര്യങ്ങളോ വരുമ്പോഴത്തേനും അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനെയൊക്കെ നമ്മൾ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സോ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് ഹോസ്റ്റ് ഐഡൻറ്റിഫിക്കേഷനാണ്. നമ്മൾക്ക് ഏതാണ് നമ്മളുടെ ഹോസ്റ്റ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് യൂഷ്വലി മാനുവൽ അഡ്രസ്സിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോപ്പർ അഡ്രസ്സിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇതാണ് എൻ്റെ ഹോസ്റ്റ്, ഇപ്പം പല സിസ്റ്റംസ് കാണും. അപ്പം ഈ ഒരു നെറ്റ്വർക്കിൽ ആർക്കാണ് ഞാൻ എൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ ഹോസ്റ്റിൻ്റെ അഡ്രസ്സിങ് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഇനി അടുത്തത് കോൺഫിഗറേഷൻ കോൺഫ്ലിക്ട്സ്. നമുക്കറിയാം ഒരു നെറ്റ്വർക്കിൽ പല സിസ്റ്റംസ് കാണും അല്ലേ. അപ്പോൾ അതിന് പല രീതിക്കുള്ള കോൺഫിഗറേഷൻ കോൺഫ്ലിക്ട്സ് വരാനായിട്ട് സാധിക്കും. അതായത് ബിസി നെറ്റ്വർക്ക്സോ ഒരുപാട് ട്രാഫിക്കുകൾ ഉണ്ടാവാനൊക്കെ ആയിട്ട് സാധിക്കും. സോ ഇങ്ങനെ പല ഡിവൈസസ് ഒരുമിച്ച് കൂടുമ്പോഴത്തേനും ട്രാഫിക്കും ഇഷ്യൂസും ഒക്കെ വരുമ്പോൾ അത് നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസിനെയും ബാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കപ്പാസിറ്റി കൺസേൺ ആണ്. കപ്പാസിറ്റി കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നെറ്റ്വർക്ക് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ നെറ്റ്വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിക്ക് അനുസരിച്ച് നെറ്റ്വർക്കിന് എന്തുമാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. സോ നെറ്റ്വർക്കിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഉറപ്പായിട്ടും അത് ഫെയിൽ ചെയ്യും. സോ ആ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കാനും ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ടാസ്കുകൾ കൊടുക്കാനായിട്ടും സാധിക്കണം. ഇനി അടുത്തത് സ്ലോ കണക്ടിവിറ്റിയാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ടാസ്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഇഫ് ബൈ ചാൻസ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ടാസ്ക് വിട്ടു, ഇപ്പോൾ ഇവിടുന്ന് ഒരു ആക്ഷൻ വിട്ടു, അത് അടുത്തതിലോട്ട് എത്തുന്നില്ല. ഇഫ് ഇറ്റ് ഇസ് സ്ലോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ ലാർജ് ഫയൽ ട്രാൻസ്ഫർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയുക കൂടെ വേണ്ട. അപ്പോഴത്തേനും കണക്ടിവിറ്റി സ്ലോ ആവാണ്ടിരിക്കാനായിട്ട് നമ്മൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ചാലഞ്ചസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം, അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കണം. ഓക്കെ. അടുത്തത് മോണിറ്ററിങ് ആൻഡ് മെയിൻ്റനൻസ്. വോളിയൂംസ് ഓഫ് ട്രാഫിക്, പല രീതിക്കുള്ള ട്രാഫിക്സ് വരുമ്പോഴത്തേനും അതിനെ നമ്മൾ മോണിറ്റർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ടീഡിയസ് ടാസ്ക്കാണ്, വളരെ ഹെക്ടിക് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. ബിക്കോസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ചാലഞ്ചസ് ആണെങ്കിലും ബാക്കിയുള്ള ടാസ്കുകളായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. സോ മോണിറ്ററിങ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇനി നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് കീ ഏരിയാസ് നമുക്ക് അറിയാം.
അതിലെ ഫസ്റ്റ് ഏരിയ, നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യാനുള്ള ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഫോൾട്ട് മാനേജ്മെൻ്റ് ആണ്. നമ്മളുടെ നെറ്റ്വർക്കിൽ എവിടെയെങ്കിലും ഒരു എറർ വന്നു, ഒരു ഫെയിലിയർ വന്നു എന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു എറർ, ഈ ഒരു ഫോൾട്ട് എവിടെയാണ് വന്നേക്കുന്നുള്ളത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. ഈ ഒരു ഫോൾട്ട്, ഇപ്പോൾ എനിക്കിവിടെ പല സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഒറ്റ സിസ്റ്റത്തിലാണ് എനിക്ക് ഫോൾട്ട് വന്നു എന്നുണ്ടെങ്കിൽ ഇവരെ ഞാൻ ലൊക്കേറ്റ് ചെയ്തു. ഇവരെ ബാക്കിയുള്ള സിസ്റ്റത്തിൽ നിന്നും ഞാൻ ഐസൊലേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഇവരെ ഞാൻ ഇവിടെ വർക്ക് ഓൺ ചെയ്യുവാണ്. ഓക്കെ, ഐ എം വർക്കിംഗ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഫോൾട്ട്. ആഫ്റ്റർ റെക്ടിഫൈയിങ് ഇറ്റ്, വാട്ട് ആം ഐ ഡൂയിങ്? ഐ ആം ഗോയിങ് ടു കണക്ട് ഇറ്റ് ടു മൈ പ്രീവിയസ് കോമ്പണന്റ്. അതായത് ഇവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ റിമൂവ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കണക്ഷനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ് ഫോൾട്ട് മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത മാനേജ്മെൻറ്റ്, അതായത് നമ്മുടെ ഫസ്റ്റ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ഫസ്റ്റ് സെക്ഷൻ ഫോൾട്ട് മാനേജ്മെൻ്റ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കോൺഫിഗറേഷൻ ആൻഡ് നെയിം മാനേജ്മെൻറ്റ്. നമുക്കറിയാം, ഒരു നെറ്റ്വർക്കിൽ നമുക്ക് പല ഡിവൈസസിൻ്റെ കണക്ഷനാണ് വരുന്നതല്ലേ. ഈ ഡിവൈസസ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് കോൺഫിഗറേഷൻ ആൻഡ് നെയിം മാനേജ്മെൻറ്റിൽ നമ്മൾ വായിച്ചു പോകുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബേസിക്കലി ഒരു നെറ്റ്വർക്കിന്, ഇപ്പം എനിക്കിപ്പോൾ ഒരു ഡിവൈസിനെ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിനെ ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡൗൺ ആക്കും. ഡൗൺ ആക്കി കഴിഞ്ഞ് ഈ ഒരു നെറ്റ്വർക്കും ഈ ഒരു ഡിവൈസ് കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ആ ഒരു നെറ്റ്വർക്ക് ഓപ്പറേഷൻ്റെ കോമ്പണൻസിൻ്റെ സ്റ്റാറ്റസിനെ അപ്ഡേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിനെ ഞാൻ ഡൗൺ ആക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഇവരുടെ സ്റ്റാറ്റസിന് ഞാൻ ഇമ്പ്രൂവ് ആക്കും, എന്ന് വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പം അതായത് ഇവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നെറ്റ്വർക്കിൽ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത്രയാണ് നമ്മളുടെ കോൺഫിഗറേഷൻ ആൻഡ് നെയിം മാനേജ്മെൻറ്റിൽ പറയുന്നത്. മൂന്നാമത്തേതാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് കിട്ടാനും ഏതെങ്കിലും പ്രോബ്ലംസ് വരുന്നതിനെ ടാക്കിൾ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെൻറ്റ് പറയുന്നത്. സോ പെർഫോമൻസ് ഇഷ്യൂസിൽ നമ്മൾ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് കപ്പാസിറ്റിയുടെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു, ട്രാഫിക്സ് എന്തെങ്കിലും ഉണ്ടോ, നമ്മളുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ ത്രൂപുട്ട് കുറഞ്ഞിട്ടുണ്ടോ, കൂടിയിട്ടുണ്ടോ, എന്തെങ്കിലും ഡേഞ്ചേഴ്സോ ചാലഞ്ചസോ ഉണ്ടോ, റെസ്പോൺസ് ടൈം കൂടുന്നുണ്ടോ, ബിക്കോസ് റെസ്പോൺസ് ടൈം ഷുഡ് ബി മിനിമം. നമ്മൾക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റെസ്പോൺസ് ടൈം മിനിമം ആയിരിക്കണം. സോ അങ്ങനെ എന്തെങ്കിലും കൂടുന്നുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യും. നാലാമത്തത് സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്. സെക്യൂരിറ്റി മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്കലി നമ്മളുടെ നെറ്റ്വർക്കിലെ സെക്യൂരിറ്റി എന്താണ് ഓവർലുക്ക് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, എൻക്രിപ്ഷൻ കീസ്, പാസ്വേഡ്സ് സ്റ്റോർ ചെയ്യുക, ആക്സസ് കൺട്രോൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. എന്ന് വെച്ചാൽ എല്ലാ ഡിവൈസസിനും എല്ലാവരിലോട്ടും ആക്സസ് കാണത്തില്ല, അപ്പോൾ ചിലർക്ക് ചിലതിലോട്ടേ കാണത്തുള്ളൂ. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. ഓഡിറ്റ് റെക്കോർഡ്സും സെക്യൂരിറ്റി ലോഗ്സൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നുണ്ടെങ്കിൽ അത് എവിടെയാണ്, എങ്ങനെയാണ് ആ ഇഷ്യൂ വന്നതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അത്രയൊക്കെ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് കീഴിൽ വരുന്നതാണ്. ഇനി അടുത്തത് ലെയർ മാനേജ്മെൻറ്റ്. ലെയർ മാനേജ്മെൻറ്റിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ TCP/IP പോലത്തെ ലെയേഴ്സിൽ അവരുടെ പാരാമീറ്റേഴ്സും പിന്നെ ആ ഒരു നെറ്റ്വർക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പാരാമീറ്റേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് കണക്ഷൻ മോണിറ്ററിംഗ് ആണ്. കണക്ഷൻ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു IP അഡ്രസ്സിനെ, ക്രിട്ടിക്കൽ IP അഡ്രസ്സസിനെ അറ്റ് എ ടൈമിൽ പിങ് ചെയ്യുമ്പോഴത്തേനും അവരിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ കണക്ഷൻ മോണിറ്ററിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കണക്ഷൻസ്, നമ്മുടെ ഡിവൈസസിൻ്റെ ആ ഒരു കണക്ടിവിറ്റീനെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് കണക്ഷൻ മോണിറ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ട്രാഫിക് മോണിറ്ററിംഗ്. ട്രാഫിക് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അനലൈസേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ MS നെറ്റ്വർക്ക് മോണിറ്റർ ആയിക്കോട്ടെ, ഫ്ലൂക്ക് നെറ്റ്വർക്ക് അനലൈസർ ആയിക്കോട്ടെ, ഇവർ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യും. ട്രാഫിക് ഉണ്ടോ ഇല്ലയോ, എവിടെയാണ് കൂടുതൽ ട്രാഫിക് എന്നീ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ആണ് താഴോട്ട് നമുക്ക് കൊടുത്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് SNMP, ദാറ്റ് ഇസ്
സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. ഇത് നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. താഴോട്ട് നമ്മൾ 2 more പ്രോട്ടോക്കോൾസ് കൊടുത്തിട്ടുണ്ട്. സോ SNMPയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MIB കളക്ഷൻ ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡിവൈസിൻ്റെ നെറ്റ്വർക്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഡിവൈസാണ്. ഇൻഡിവിജ്വൽ ഡിവൈസിൽ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ റെക്കോർഡ്സ് എന്താണ് എന്നുള്ള രീതി നമ്മൾ ഇൻഡിവിജ്വലി ചോദിക്കുകയാണ്. സോ അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലി കിട്ടുന്ന റെക്കോർഡ്സിൽ നിന്നുമാണ് നമ്മൾ കളക്റ്റീവായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതേസമയം CMIP അതായത് കോമൺ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോളിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MIB തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ MIB റിപ്പോർട്ടിംഗ് ആണ്. നേരത്തേൽ എന്താണ് കളക്ഷനാണ്, നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ MIB റിപ്പോർട്ടിംഗ് ആണ്. അതും സെൻട്രൽ മോണിറ്ററിങ്ങിലാണ് നമ്മൾ പോകുന്നത്. അതായത് ഡിവൈസസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് ചെയ്യുന്നതോടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടെ? സെൻറ്ററിൽ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. SNMPയിൽ എവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുവാണ്. ഇൻഡിവിജ്വലി ഡിവൈസസിൽ നിന്നും സെൻട്രലി സ്റ്റോർ ചെയ്യുന്ന റെക്കോർഡ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഇവർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂസ്ഡ് ആയേക്കരുത്. അടുത്തത് ടെലികമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് നെറ്റ്വർക്ക്. അത് ITUT ആണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അത് ബേസിക്കലി ടെലികമ്മ്യൂണിക്കേഷനെ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ടാണ്. ഫ്രെയിം വർക്ക്സ് ഒക്കെ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ TMN നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു, നെറ്റ്വർക്ക് മോണിറ്റർ അനലൈസർ. സോ ഈ ഒരു അനാലിസിസിന് നെറ്റ്വർക്കിൻ്റെ ട്രാഫിക്കോ അല്ലെങ്കിൽ കണക്ടിവിറ്റി അനാലിസിസിനെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പ്രോട്ടോക്കോൾസാണ് SNMPയും CMIPയും. അപ്പം ഈ പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നെറ്റ്വർക്ക് അനലൈസർ എന്ന് പറയുന്നത് ബേസിക്കലി കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പയർഡ് ടു ദി മോണിറ്റേഴ്സ്. അത് മോണിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവൻറ്റിനെ മോണിറ്റർ ചെയ്യാതെ മാത്രമേ ഉള്ളൂ. അനലൈസേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഈ മോണിറ്റർ ചെയ്ത കണ്ടന്റിനെ അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയാണ് അനലൈസേഴ്സ് ചെയ്യുന്ന പരിപാടി. അതുപോലെ തന്നെ ഇനി അടുത്തത് ട്രബിൾ ഷൂട്ടിങ്ങിനെ പറ്റി നമ്മളൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നെറ്റ്വർക്ക് മാനേജ്മെൻറ്റിനെ നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ ഇഷ്യൂസ് നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിൽ വരുന്ന കീ ഏരിയാസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ടെർമിനോളജീസാണ് പിന്നെ നമ്മൾ പറഞ്ഞു പോയത്. സോ നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് നെറ്റ്വർക്കിൽ സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ മെത്തഡിക്കലി അല്ലെങ്കിൽ ലോജിക്കലി അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ട്രബിൾ ഷൂട്ടിങ്ങിൽ നമ്മൾ പറയുന്നത്. ഇതിൽ 2 യൂസ്ഫുൾ അപ്രോച്ചസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പ്രോസസ് ഓഫ് എലിമിനേഷനും ഡിവൈഡ് ആൻഡ് കോൺക്കറും. താഴോട്ട് നമ്മൾ ഈ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് പറയുന്നത്. ഇപ്പം ഇതൊക്കെ നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ്. പിങ്, ട്രേസ് റൂട്ട്, ARP, IP കോൺഫിഗ് എന്നീ കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക്സിനെ നെറ്റ്വർക്ക്സിന് ഇപ്പോൾ ഓരോ കമാൻഡ്സ് അല്ലെങ്കിൽ ഓരോ ഫങ്ഷനാലിറ്റീസിനെ നമ്മൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് സിസ്റ്റം ആർക്കിടെക്ചറിൻ്റെ കീ ലെയേഴ്സാണ്. സോ ഇവിടെ നമ്മൾ 3 ലെയേഴ്സാണ് പറഞ്ഞു പോകുന്നത്. അതിലെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് പ്രസൻറ്റേഷനാണ്. സോ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മാനേജ്മെൻറ്റ് ആർക്കിടെക്ചറിൻ്റെ എൻവയർമെൻറ്റിനെ, കൺസോൾ എൻവയർമെൻറ്റിനെയും അവിടെ യൂസ് ചെയ്യുന്ന ടൂൾസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് റിഡക്ഷനാണ്. റിഡക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കുള്ള ഇൻഫർമേഷനെ കൺസോളിഡേറ്റ് ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനും അതിനെ ഇപ്പം പ്രസൻറ്റേഷൻ സർവീസിനെ അതിൻ്റേതായിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനായിട്ടും ഒക്കെ എനേബിൾ ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ്, ഒരു ഇൻ്റർമീഡിയേറ്ററിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്നിവിടെ വിശേഷിപ്പിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും പറയുന്നത് നമ്മളുടെ ഫെസിലിറ്റീസിനെ എല്ലാം പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും സ്കെയിലബിൾ ആയിട്ടിരിക്കാനായിട്ടും ഇപ്പം പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ജോഗ്രഫി ബൗണ്ടറീസ് ഒന്നും അതിനെ ഒന്നും ബാധിക്കാണ്ട് നമ്മളുടെ ആക്സസിനെ അലോ ചെയ്യാനൊക്കെ റിഡക്ഷൻ ലെയറാണ് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പം ആസ് മെൻഷൻ ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ്റലിജൻസ് ആണ് റിഡക്ഷൻ ലെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് അതിനെ നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ ബേസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്യാദറിങ് ഓഫ് ഇൻഫർമേഷൻ. സോ ഇവിടുത്തെ ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽഡ് ഡയഗ്നോസിസും സ്റ്റാറ്റിസ്റ്റിക്കും പ്രിസൈസ് കൺട്രോളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇവിടെ നമ്മൾ OSF പറഞ്ഞു പോകുന്നുണ്ട്. സോ OSF എന്ന് പറയുന്നത് എന്നതാണ്, ഇവിടെ OSF അല്ലെങ്കിൽ OSI എന്ന് നമുക്ക് പറയാം. അതിൽ മാനേജ്മെന്റ്, കീ മാനേജ്മെന്റ് ഏരിയാസ് നമുക്ക് 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഫോൾട്ട്, പെർഫോമൻസ്, ഇൻവെന്ററി മാനേജ്മെന്റ്, അക്കൗണ്ടിങ് മാനേജ്മെന്റ് ആൻഡ് കൺഫിഗറേഷൻ മാനേജ്മെന്റ്. സോ ഇവിടെ നമ്മളുടെ എന്നാണ് പറയുന്നത്, ഈ ഒരു ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇപ്പം ഒരു OSI നമുക്ക് എന്താണെന്നറിയാലോ. അപ്പോൾ ഈ OSIയുടെ ഇപ്പം ശ്രദ്ധ കൊടുക്കേണ്ട 5 കാര്യങ്ങളാണ് നമ്മളിവിടെ ഫോൾട്ട്, പെർഫോമൻസ്, ഇൻവെന്ററി, കൺഫിഗറേഷൻ ആൻഡ് അക്കൗണ്ടിങ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏതൊരു പ്ലാറ്റ്ഫോം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിലാണ്, ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും അവർക്കൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് ദേ ആർ ഡൂയിങ്, എങ്ങനത്തെ ബിസിനസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും വെൻഡേഴ്സും അല്ലെങ്കിൽ ഓർഗനൈസേഷൻസും ഒക്കെ അവരവരുടേതായിട്ടുള്ള സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പം പലതും ചിലപ്പം നമുക്ക് പല ഓപ്ഷൻസ് കാണും. അപ്പം അതിൽ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണം, ഏത് ഫ്രെയിം വർക്ക് ചൂസ് ചെയ്യണം, ഏത് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്.